الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തുൽ അംഫാലിലെ 30-ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك. ويمكرون ويمكر الله والله خير الماكرين. وإذ യംകുറു ബിക, താങ്കളുടെ കാര്യത്തിൽ തന്ത്രം പയറ്റുമ്പോൾ, അല്ലദീന ഒരു കൂട്ടർ, കഫറു അവർ നിഷേധിച്ചിരിക്കുന്ന ഒരു കൂട്ടർ താങ്കളുടെ കാര്യത്തിൽ കുതന്ത്രം അല്ലെങ്കിൽ സൂത്രം പയറ്റിയ ആ സന്ദർഭം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. ലിയുസ്ബിതൂക, താങ്കളെ തടവിലാക്കാൻ, ഔ യഖ്തുലൂക, അല്ലെങ്കിൽ താങ്കളെ കൊല്ലാൻ, ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ പുറത്താക്കാൻ. വയംകുറൂന, അവർ തന്ത്രം പ്രയോഗിക്കുന്നു. വയംകുറുല്ലാഹ്, അള്ളാഹുവും തന്ത്രം പയറ്റുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, തന്ത്രം പ്രയോഗിക്കുന്നവരിൽ അത്യുത്തമൻ അള്ളാഹു അത്രേ. ഒന്നുകൂടെ അർത്ഥം പറയാം. വഇദ് യംകുറു ബിക അല്ലദീന കഫറു, നിഷേധിച്ചവർ താങ്കളുടെ കാര്യത്തിൽ തന്ത്രം പയറ്റുന്ന സന്ദർഭം അല്ലെങ്കിൽ സൂത്രം പ്രയോഗിക്കുന്ന സന്ദർഭം. ലിയുസ്ബിതൂക, താങ്കളെ തടവിലാക്കാൻ, ഔ യഖ്തുലൂക, അല്ലെങ്കിൽ കൊല്ലാൻ, ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ താങ്കളെ പുറത്താക്കാൻ. വയംകുറൂന, അവർ സൂത്രം പ്രയോഗിക്കുന്നു. വയംകുറുല്ലാഹ്, അള്ളാഹുവും സൂത്രം പ്രയോഗിക്കുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, സൂത്രം പ്രയോഗിക്കുന്നവരിൽ ഉത്തമൻ അള്ളാഹു ആകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടാണ് സൂചിപ്പിക്കുന്നത്. വഇദ് യംകുറു ബികല്ലദീന കഫറു, കാഫിറുകൾ തന്ത്രം പ്രയോഗിച്ച സന്ദർഭം. ഈ തന്ത്രം പയറ്റുക ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞു വരുന്നതിനിടയിൽ ഇബ്രാഹിം സൂറയുടെ അവസാനത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട്. വഖദ് മക്കറു മക്റഹും വഇൻദല്ലാഹി മക്റുഹും വഇൻ കാന മക്റുഹും ലിതസൂല മിൻഹുൽ ജിബാൽ. പർവ്വതങ്ങളെ അതിൻ്റെ സ്ഥാനത്തു നിന്ന് നീക്കിക്കളയാൻ മാത്രം വലിയ തന്ത്രം പ്രയോഗിക്കുന്നവരാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കലാണ് യഥാർത്ഥത്തിൽ തന്ത്രമുള്ളത്, സൂത്രമുള്ളത് എന്ന് സൂറത്ത് ഇബ്രാഹിമിൻ്റെ അവസാനത്തിൽ അള്ളാഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമയെ വധശിക്ഷയ്ക്ക് തൂക്കിക്കൊല്ലാൻ അല്ല, കുരിശിൽ തറച്ചു കൊല്ലാൻ അവർ തീരുമാനിക്കുമ്പോൾ ഭരണകൂടത്തെ അതിനു വേണ്ടി ജൂതന്മാർ സ്വാധീനിക്കുമ്പോൾ അള്ളാഹു തആല അവരെ രക്ഷപ്പെടുത്തിയ ചരിത്രം സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു തആല സൂചിപ്പിച്ചു. ആ ചരിത്രം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട്, വമക്കറു, അവർ വലിയ സൂത്രമാണ് നടത്തിയത്, വലിയ തന്ത്രമാണ് അവർ നടത്തിയത്. എന്തിന്? ഈസാ നബി അലൈഹിസ്സലാമയെ ഇല്ലായ്മ ചെയ്യാൻ. വമക്കറല്ലാഹ്, അള്ളാഹു ഒരു സൂത്രം പ്രയോഗിച്ചു ഈസാ നബി അലൈഹിസ്സലാമയെ രക്ഷപ്പെടുത്താൻ. അവസാനം ഈസാ നബി അലൈഹിസ്സലാമയെ ഒറ്റുകൊടുത്തവൻ തന്നെ വധിക്കപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, സൂത്രം പ്രയോഗിക്കുന്നവരിൽ അത്യുത്തമൻ, ഖൈറായവൻ അള്ളാഹു അത്ര അവിടെയും പറഞ്ഞിട്ടുണ്ട്. സാലിഹ് നബി അലൈഹിസ്സലാമയുടെ ജനത അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഒരിക്കലും ശ്രമം നടത്തിയിട്ടുണ്ട്. രാത്രി കൊല്ലണം നമുക്കവനെ എന്ന് ഒരു തീരുമാനമെടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ തന്ത്രത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തതിനെ പറ്റി സൂറത്തു നംലിലും അള്ളാഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു നംലിൽ. അപ്പോൾ അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യത്തെ
മറികടക്കുന്നതിന് ആരാലും സാധ്യമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ശത്രുക്കൾ ഖുറൈശികളടക്കം, അതിൽ നബിയുടെ സ്വന്തക്കാരുണ്ടല്ലോ, ഇവനെ ഇങ്ങനെ വിട്ടാൽ ഈ നാട്ടിൽ അത് വലിയ കുഴപ്പമായിരിക്കും, നമ്മുടെ പാരമ്പര്യ മതത്തിന് വലിയ ക്ഷതമേൽക്കും, നമുക്ക് പിന്നെ സ്വാധീനമില്ലാതെയാകും, മുഹമ്മദിൻ്റെ ദീനുമായിരിക്കും ഇവിടെ മേധാവിത്വം നേടുക എന്നവർ തിരിച്ചറിഞ്ഞ് നേരത്തെ തന്നെ അവരത് പറയാറുണ്ട്. അവസാനം ഇനി എന്തു ചെയ്യണമെന്ന് അവരുടെ കൂടിയാലോചനാ സഭയിൽ ദാറുൻ നദ്വയിൽ അവർ യോഗം കൂടുകയാണ്. യോഗം കൂടിയിട്ട് 3 വിഷയത്തെ കേന്ദ്രീകരിച്ച് ചർച്ച നടക്കുക. എന്തു ചെയ്യണം മുഹമ്മദിനെ? ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, അവനെ ലിയുസ്ബിതൂക്ക, അവനെ ഈ നാട്ടിൽ തടഞ്ഞു വെക്കണം. എന്ന് വെച്ചാൽ അവനെ ഒന്നുകിൽ വീട്ടുതടങ്കലിലാക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് കെട്ടിയിടണം. സബ്ബത്ത തെസ്ബീത്ത് എന്നൊക്കെ നമുക്ക് അറിയുന്നൊരു വാക്കല്ല. നമ്മൾ മരിച്ച മയ്യത്തിന് തെസ്ബീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖബറിൽ ചോദ്യങ്ങൾക്ക് ഉറച്ചു നിന്ന് ഉത്തരം പറയാനുള്ള ഒരു ഭാഗ്യം. അതാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുകയാണ്, തെസ്ബീത്ത്. അതേ വാക്ക് തന്നെയാണ് അസുബത്ത, സ്ഥിരപ്പെടുത്തി നിർത്തുക എന്ന് പറഞ്ഞാൽ ജയിലിലിടുക, തടവിലിടുക. ഈ നാട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത വിധത്തിൽ ഇവിടെ തന്നെ ഉറപ്പിച്ച് നിർത്തുക എന്നാണ്. അതാണ് ലി യുസ്ബിതൂക്ക, അവനെ തടവിലിടാൻ, അദ്ദേഹത്തെ തടവിലിടാൻ. ഔ യഖ്തുലൂക, അല്ലെങ്കിൽ താങ്കളെ എന്നാണ് ലി യുസ്ബിതൂക്ക, താങ്കളെ തടവിലിടുവാനും. ഔ യഖ്തുലൂക, അല്ലെങ്കിൽ പിന്നെന്താ വഴി? പിന്നെ കൊല്ല. ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കുക. ഈ 3 കാര്യങ്ങളിൽ ഊന്നി അവർ ചർച്ച നടത്തി. ഒന്നാമത്തത് ചർച്ചയ്ക്ക് എടുത്തു, ഓന് തടവിലിട്ടാലോ? ഖുറൈശികളും അറബികളൊക്കെ. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ തടവിലിട്ടു എന്ന് വിചാരിച്ചിട്ട് ഈ ഷർറ് തീരൂല. തടവിലിട്ടാലും അവൻ്റെ അനുയായികൾ ഇവിടെ അല്ലേ, അവരിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുയായികൾ വന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചു കൂടായികൊന്നുമില്ല. അതുകൊണ്ട് അത് വേണ്ട. പിന്നെ അവർ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തെ ഇവിടുന്ന് പുറത്താക്കിയാലോ? അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം പുറത്താക്കിയിട്ട് അവിടെ ഇപ്പം തന്നെ മക്കത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ഹിജ്റ മദീന, അതാണ് കാരണമാകുന്നത്. മക്കയിൽ നിന്ന് ഒരുപാട് ആളുകൾ മുഹമ്മദിൻ്റെ അനുയായികൾ ഇപ്പോഴേ മദീനയിലേക്ക് പോയിട്ടുണ്ട്. ഇനി മുഹമ്മദിനെ കൂടി ഒരു നാട്ടിലേക്ക്, മറ്റൊരു നാട്ടിലേക്ക്, മദീനയിലേക്കോ മറ്റെവിടേക്കെങ്കിലും നമ്മൾ നാട് കടത്തിയാൽ അവിടെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പെരുകും. അവസാനം ഓരോക്കെ കൂടി നമ്മളെ നേരെ തിരിയും. അത് നമുക്ക് ദോഷമാണ്. പിന്നെ ഒരു വഴിയുള്ളത് കൊല്ലുക എന്നുള്ളതാണ്. അപ്പോഴും ഒരു ചർച്ച. കൊന്നാൽ ബനു ഹാഷിം കുടുംബം കൊന്നവരെ വെറുതെ വിടുന്ന ഇരുത്തിക്കണം. ബനു ഹാഷിം കുടുംബം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ കുടുംബം. നിങ്ങളെ വെറുതെ വിടുവോ? അവർ വെറുതെ ഇരിക്കുക? അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായിട്ടില്ലെങ്കിൽ പോലും അവർ ആ കുടുംബ പക്ഷപാതിത്വം ഉണ്ടാകും. അത് അറബികൾക്ക് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിലും മുഹമ്മദ് നബിയെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും കൊന്നവരെ വെറുതെ വിടൂല. അപ്പോൾ അതിന് അബൂജഹൽ ഒരു ഉപായം കണ്ടുപിടിച്ചു. എന്താ ചെയ്യാം? എല്ലാ കുടുംബത്തിൽ നിന്നും ഓരോ ചെറുപ്പക്കാരെ തിരഞ്ഞെടുക്കുക. എല്ലാ കുടുംബത്തിൽ നിന്നും, എല്ലാ ഗോത്രത്തിൽ നിന്നും. എന്നാൽ പിന്നെ ബനു ഹാഷിം കുടുംബത്തിന് എല്ലാവരോടും ഒരുപോലെ പ്രതികാരം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ ഓൽക്കെതിരായിട്ട്. അത് നടപ്പാക്കാൻ തീരുമാനിച്ച രാത്രിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് തൻ്റെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെ കടത്തിക്കൊണ്ട് നാട് വിടുന്നത്. അത് അള്ളാഹുവിൻ്റെ വലിയ ആസൂത്രണമായിരുന്നു. ആ ആസൂത്രണം എന്ന് വെച്ചാൽ കൊല്ലാൻ തീരുമാനിച്ച രാത്രി അവർ വീട് വളഞ്ഞിരിക്കെ തന്നെ അവർക്കിടയിലൂടെ അള്ളാഹുവിൻ്റെ അറ്റമില്ലാത്ത കാരുണ്യത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും ഫലമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ ഒരുങ്ങി വന്ന ആളുകൾക്കിടയിലൂടെ തന്നെ രക്ഷപ്പെട്ടു പോവാൻ. ആ സംഭവമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് യംകുറു ബിക്കല്ലദീന, യംകുറു ബിക്ക, താങ്കളുടെ കാര്യത്തിൽ തന്ത്രം പയറ്റുന്നു അല്ലെങ്കിൽ സൂത്രം പ്രയോഗിക്കുന്നു. അല്ലദീന കഫറു, കാഫിറുകളായവർ. ലിയുസ്ബിതൂക, താങ്കളെ തടവിലിടുന്നതിന് വേണ്ടി. ഔ, അല്ലെങ്കിൽ യഖ്തുലൂക, താങ്കളെ കൊന്നുകളയുന്നതിന് വേണ്ടി.
ഔ യുഖ്രിജൂക അല്ലെങ്കിൽ താങ്കളെ പുറത്താക്കുന്നതിന് വേണ്ടി. അഖ്റജ യുഖ്രിജു ഇഖ്റാജ് ഖുറൂജ് എന്നുള്ള വാക്കൊക്കെ നമുക്കറിയല്ലോ, എയർപോർട്ടിലൊക്കെ ഉണ്ടാകുമല്ലോ ഖുറൂജ് ദുഖൂൽ എന്നൊക്കെ ബോർഡ് വെച്ചിട്ട്. അതായത് ആ വാക്ക് തന്നെയാണ് യുഖ്രിജൂക. അഖ്റജാനെ പുറത്താക്കി, ഖറജ പുറത്തു പോയി, യഖ്റുജു ഖറജ പുറത്തു പോകുന്നു അല്ലെങ്കിൽ പുറത്തു പോയി പുറപ്പെട്ടു എന്നൊക്കെയാണ്. അഖ്റജ എന്നാകുമ്പോൾ അത് പുറത്താക്കി എന്നാകും, പുറത്താക്കി. യംകുറൂന അവർ ഇങ്ങനെ പല തരം തന്ത്രങ്ങൾ പയറ്റുന്നു. വയംകുറുല്ലാഹ് അള്ളാഹുവും തന്ത്രം പയറ്റുന്നു. പ്രത്യേകിച്ച് ബദർ യുദ്ധത്തിൻ്റെ നിരൂപണത്തിലടക്കാണ് ഇത് പറയുന്നത്. അവർ അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ ആർത്തലച്ചു വരികയാണ്. ഇത് മുഹമ്മദ് നബിയെയും സംഘത്തെയും ഇല്ലാതാക്കാൻ കിട്ടിയ വലിയ അവസരമാണ്. അതിന് എല്ലാവിധ ഭൗതിക സാമഗ്രികളോടും സൗകര്യങ്ങളോടും കൂടി മദീനയിലേക്ക് പുറപ്പെട്ടിരിക്കുക. അള്ളാഹുവിൻ്റെ വിശ്വാസികളായ അടിമകൾക്കാകെ 300 ചില്ലാൻ ആളുകളാണുള്ളത്. അവിടെയും അള്ളാഹുവിൻ്റെ ആസൂത്രണം അതുകൂടിയാണ്. ആസൂത്രണം കൊണ്ട് ഈ അല്പം വരുന്ന വിശ്വാസികൾ വിജയിക്കുന്നു. അതൊക്കെ കൂടി സൂചിപ്പിച്ചു കൊണ്ടാണ് വയംകുറൂന വയംകുറുള്ള അവർ വലിയ തന്ത്രം ആവിഷ്കരിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹു അവൻ്റെ തന്ത്രവും വയംകുറുള്ള അള്ളാഹുവും തന്ത്രം പയറ്റുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. മക്കറ എന്ന തന്ത്രം പയറ്റി സൂത്രം പ്രയോഗിച്ചു. മാക്കിർ അതിൻ്റെ കർത്തൃനാമമാണ് സൂത്രം പ്രയോഗിക്കുന്നവൻ. അത് ബഹുവചനമാക്കുമ്പോൾ മാക്കിറൂൻ എന്ന് കിട്ടും. അതിനെ ഇകാരമാക്കിയതാണ്. ഖൈറ് എന്നുള്ളതിനെ മാക്കിരി എന്നുള്ളതിലേക്ക് ചേർത്ത് പറയുമ്പോഴാണ് മാക്കിരീൻ എന്നായിട്ടുള്ളൂ. മാക്കിറൂൻ എന്നുള്ള വാക്കിനെ മാക്കിരീൻ എന്നാക്കി മാറ്റിയതാണ്. അപ്പോൾ തന്ത്രം പയറ്റുന്നവരിലെ ഉത്തമൻ അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ തന്ത്രത്തെ മറികടക്കാൻ ആരാലും സാധ്യമല്ല. ഒരുപാട് ഉദാഹരണം ഉണ്ടല്ലോ ചരിത്രത്തിൽ, ഒരുപാട് ഉദാഹരണമുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം. ഇങ്ങനത്തെ ഒരു തന്ത്രം അള്ളാഹുവിനല്ലാതെ സാധ്യമല്ല. അള്ളാഹു ഉദ്ദേശിച്ച ഒരു കാര്യം അവൻ നടത്തിയിരിക്കും. 17 വയസ്സിൽ 17-18 വയസ്സിൽ പൊട്ടക്കിണറ്റിൽ ആരാൽ സ്വന്തം സഹോദരന്മാരാൽ കിണറ്റിലെറിയപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം പിന്നെ അവർ കാണുന്നത് ഈജിപ്തിലെ ഭരണാധികാരിയായിട്ടാണ്. ഈസാ നബി അലൈഹിസ്സലാമയെ കൊല്ലാൻ ശ്രമിച്ചല്ലോ. അവസാനം എന്താ സംഭവിച്ചത്? അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തി. മൂസാ നബി അലൈഹിസ്സലാമയെ ഫിറഔനും കൂട്ടുകാരും കൊല്ലാൻ ചെങ്കടലിൽ എത്തുന്നതിൻ്റെ മുമ്പ് പിടികൂടാനാണ് ശ്രമിച്ചത്. പക്ഷെ എന്താ സംഭവിച്ചത്? പിടികൂടാൻ ശ്രമിച്ചവരാണ് വധിക്കപ്പെട്ടത്, അവരാണ് കൊല്ലപ്പെട്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഇത് ആദ്യത്തെ ശ്രമമൊന്നുമല്ല, നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവസാനം എന്താ ഉണ്ടായത്? മക്ക ഫതഹോട് കൂടിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് തങ്ങളുടെ ജീവന് വേണ്ടി കെഞ്ചേണ്ട ഒരവസ്ഥ ഉണ്ടായില്ലേ? അതാണ് അള്ളാഹു ആസൂത്രണം ചെയ്താൽ അതിനെ പരാജയപ്പെടുത്താൻ ആരാലും സാധ്യമല്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നമുക്ക് നിർത്താം. ഇത് യംകുറു ബിക താങ്കളുടെ കാര്യത്തിൽ അല്ലദീന കഫറു കാഫിറുകൾ തന്ത്രം പ്രയോഗിച്ച സന്ദർഭവും ഓർമ്മയിലുണ്ടാവണം. ലിയുസ്ബിതുക താങ്കളെ തടവിലിടാൻ, ഔ യഖ്തുലൂക അല്ലെങ്കിൽ താങ്കളെ കൊല്ലാൻ, ഔ യുഖ്രിജൂക അല്ലെങ്കിൽ താങ്കളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ. വയംകുറൂന അവർ തന്ത്രം, സൂത്രം തന്ത്രം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, തന്ത്രം പ്രയോഗിക്കുന്നു. വയംകുറുല്ലാഹ് അള്ളാഹു തന്ത്രം പയറ്റുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ തന്ത്രം പയറ്റുന്നവരിലെ അത്യുത്തമൻ അള്ളാഹു ആകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ആസൂത്രണത്താലും അവൻ്റെ തന്ത്രത്താലും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ് ഇഹലോകത്തും പരലോകത്തും നിൻ്റെ കാവലും കാരുണ്യവും ഞങ്ങളിൽ എല്ലായ്പ്പോഴും വർഷിക്കുമാറാകണേ. രക്ഷിതാവേ, ഈമാനോടുകൂടി ഇസ്ലാമോടുകൂടി ജീവിച്ചുകൊണ്ട് ഈമാനോടുകൂടി കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം തരുമാറാകണം. ഖബറിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണേ. അല്ലാഹ് അവസാനം വിചാരണ കഴിഞ്ഞ് വിചാരണ എളുപ്പമാക്കി തരികയും ഞങ്ങളുടെ കർമ്മരേഖ ഞങ്ങളുടെ വലതു കൈയിൽ നൽകി ജന്നാത്തിൽ ഫിർദൗസിൽ വിളിക്കപ്പെടുന്നവരിലേക്ക് ഞങ്ങളെയും ഉൾപ്പെടുത്തണേതാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി.